ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് LPP പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിതിനു മുമ്പ് 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മൾ ആകെ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വളരെ യൂസ്ഫുൾ ആവുന്നൊരു ക്ലാസ്സാണിത്. നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിലബസിന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ ബി ആര്യ സമാജം, ഓപ്ഷൻ സി ഹിന്ദു സമാജം, ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം നൽകിയത് 1867 ഇത് സ്ഥാപിതമായത്. ആധുനിക വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഹിന്ദുമത ചിന്തയെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കുകയായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം. പുരോഹിത മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും അത് വെല്ലുവിളിച്ചു. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും മതപരിഷ്കരണത്തെക്കാൾ സാമൂഹ്യ പരിഷ്കരണത്തിനാണ് ഈ പ്രസ്ഥാനം ഊന്നൽ നൽകിയത്. സ്ത്രീ വിദ്യാഭ്യാസം, മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ വിവാഹം എന്നീ മേഖലകളിൽ സമാജം പ്രവർത്തിച്ചു. സാമൂഹ്യ സേവനത്തിനും വിദ്യാഭ്യാസ പ്രചരണത്തിനുമായി നിരവധി സ്ഥാപനങ്ങൾ സമാജം ആരംഭിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ പണ്ഡിത രമാബായിയും പ്രാർത്ഥനാ സമാജത്തിൻ്റെ പരിഷ്കർത്താവായ വീരേശ്വരലിംഗത്തിൻ്റെ പ്രവർത്തന ഫലമായി പ്രാർത്ഥനാ സമാജം ദക്ഷിണേന്ത്യയിലും വ്യാപിപ്പിച്ചു. ഓക്കെ, ഹിന്ദുമതത്തിന് പ്രാധാന്യം നേടിക്കൊണ്ടാണ് ഇവ 4 മുന്നോട്ട് വന്നത്. എന്നിരുന്നാലും പ്രാർത്ഥനാ സമാജം, ആര്യസമാജം, ബ്രഹ്മസമാജം ഇവ വ്യത്യാസപ്പെടുന്നത് ഇവ 3 നവോത്ഥാന നായകരാൽ സ്ഥാപിക്കപ്പെട്ട സംഘടനകളാണ്. അതുമാത്രമല്ല, മതത്തിന് വേണ്ടി മാത്രമല്ല, സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനാ സമാജം, ആര്യസമാജം, ബ്രഹ്മസമാജം എന്നിവ നിലകൊണ്ടു. പ്രധാനമായും സ്ത്രീ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടിയും പ്രധാന പങ്ക് വഹിച്ച സംഘടനകളാണ് പ്രാർത്ഥനാ സമാജം, ആര്യസമാജം, ബ്രഹ്മസമാജം. ഏറ്റവും പ്രധാനമായി ജനങ്ങളെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു അവ 3 ഉന്നയിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ നീല വിപ്ലവം, ഓപ്ഷൻ ബി ധവള വിപ്ലവം, ഓപ്ഷൻ സി ഹരിത വിപ്ലവം, ഓപ്ഷൻ ഡി ഓറഞ്ച് വിപ്ലവം. The right answer is option D, ഓറഞ്ച് വിപ്ലവം. The right answer is option D, ഓറഞ്ച് വിപ്ലവം. എന്താണ് ഓറഞ്ച് വിപ്ലവം? 2004 നവംബർ മുതൽ 2005 ജനുവരി വരെ ഉക്രൈനിൽ നടന്ന രാഷ്ട്രീയ സമര പരമ്പരയാണ് ഓറഞ്ച് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. നീല വിപ്ലവം മത്സ്യവുമായി റിലേറ്റ് ചെയ്തതാണ്. ധവള വിപ്ലവം പാലുമായി റിലേറ്റ് ചെയ്തതാണ്. ഹരിത വിപ്ലവം നമ്മളുടെ സസ്യങ്ങളുമായി റിലേറ്റ് ചെയ്തതാണ്. അവ 3 ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്. എന്നാൽ ഓറഞ്ച് വിപ്ലവം വാർ റിലേറ്റഡ് ആണ്, അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ വിക്രം എ സാരാഭായ്, ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി ഡോക്ടർ CV രാമൻ, ഓപ്ഷൻ ഡി ഡോക്ടർ ചന്ദ്രശേഖർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡോക്ടർ വിക്രം എ സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായുടെ ജന്മദേശം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗുജറാത്ത് അഹമ്മദാബാദിലാണ് വിക്രം സാരാഭായുടെ ജന്മദേശം. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറിയിൽ
ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാക്കാൻ പ്രവർത്തിച്ചവരിൽ ഒരാളാണ് വിക്രം സാരാഭായ്. മറ്റൊരു വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകാൻ പ്രവർത്തിച്ചവരിൽ ഒരാളാണ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. ആഗസ്റ്റ് 12 വിക്രം സാരാഭായുടെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കുന്നത് ഡോക്ടർ വിക്രമേ സാരാഭായിയെയാണ്. 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തത് വിക്രം സാരാഭായിയാണ്. ഓക്കെ, 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് INCOSPAR ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി വിക്രം സാരാഭായിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. 1. നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. 2. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. തന്നിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, നൈൽ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ ദാനമെന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദീതീരത്താണ് ഉടലെടുത്തത്? നൈൽ നദീതീരത്താണ്. ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ഹെറോഡോട്ടസ് ആണ്. ഓക്കെ, തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. നമുക്ക് തന്നിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഫറോവ എന്നാണ്. ഫറോവമാരുടെ ശവകുടീരം അറിയപ്പെടുന്നത് പിരമിഡുകൾ എന്നാണ്. ഫറോവമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പിരമിഡുകൾ എന്നാണ്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരം അറിയപ്പെടുന്നത് മമ്മി എന്നാണ്. എന്താണ്? മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയാണ് മമ്മി. ഈജിപ്തുകാരുടെ ഒരു രീതിയായിരുന്നു മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ പിരമിഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡാണ്. ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലെ പിരമിഡാണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള പോയിൻ്റാണ് അത്. മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈജിപ്തിലെ ഗിസയിലാണ്. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഓക്കെ, നമ്മൾ ലോകചരിത്രം എന്ന ഭാഗത്ത്
ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നീ സംസ്കാരങ്ങളെക്കുറിച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് ആ ക്ലാസ് പോയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് ബേസിക്കായിട്ട് തന്നിട്ടുള്ള പോയിൻറ്റുകളാണ് ഇവ അത്രയും. 4 പോയിൻറ്റും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ബേസിക്കായിട്ടുള്ള പോയിൻറ്റുകളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ആര്യൻ നാഗരികത, ഓപ്ഷൻ ബി സിന്ധു നദീതട സംസ്കാരം, ഓപ്ഷൻ സി വൈദിക നാഗരികത, ഓപ്ഷൻ ഡി ഇവയെല്ലാം. The right answer is option B, സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഉത്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഉത്ഖനനം നടന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ്. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നിങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്? സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഇതൊക്കെ SCERT പുസ്തകത്തിലെ പോയിൻറ്റുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സിന്ധു നദീതട സംസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഭാഗമാണിത്. ഓക്കെ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രം സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ്. ഓക്കെ, ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനാണ് സർ ജോൺ മാർഷൽ. ഹാരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവൻ ആരാണ്? സർ ജോൺ മാർഷലാണ്. അദ്ദേഹമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചതും. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1924 പ്രഖ്യാപിച്ചത് സർ ജോൺ മാർഷലാണ്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ് 1924. ഓക്കെ, സിലബസിൽ തന്നിട്ടുള്ള കേരള ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രം എന്നീ ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻ LPയിലേതും UPയിലെ 10 ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പേപ്പർ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള ചരിത്രം, ലോക ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് LPയ്ക്കും UPയ്ക്കും റിപ്പീറ്റഡായിട്ട് ഒരേ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനാൽ സിലബസിൽ തന്നിട്ടുള്ളതും പുറത്തുനിന്നുമായ വസ്തുതകൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. മാക്സിമം എല്ലാവരും ലോക ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗം ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക.